Hello everyone, welcome to G-Board Plus 2 Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ Plus 2 Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മക്കളെ ഇതിപ്പോൾ ഒരു മാത്സ് ഫോളോയിങ് ഒക്കെ ചിലപ്പോൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജരുസ്ത്ര എഴുത്തുകാരനാണ്, ഇറാൻകാരനാണ്. കോങ്സി ചൈനക്കാരനാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലം ഏതാ? ലുംബിനിയാണ്. പിന്നെ പ്ലേറ്റോ ഗ്രീസുകാരനാണ്. മഹാവീരൻ ആരാണ്? തീർത്ഥങ്കരനാണ്. ഇങ്ങനെയുള്ള മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. മെൻഷൻ എനി 2 പ്ലേസ് അസോസിയേറ്റ് വിത്ത് ദ ലൈഫ് ഓഫ് ബുദ്ധ. അത് കമന്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 2 സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. 4 സ്ഥലങ്ങളുണ്ട്, ഇത് 2 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതേപോലെ ഇത് നിങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. നെയിം ദ റൂളേഴ്സ് ഓഫ് ഭോപ്പാൽ ഹു ട്രൈ ടു പ്രിസർവ് ദ സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപം സംരക്ഷിക്കാൻ ശ്രമിച്ച ഭോപ്പാൽ ഭരണാധികാരിയുടെ പേരെന്താണ്? അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മക്കളെ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടുക? എജുപോന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലാട്ടോ. നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എജുപോന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മക്കൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യം സെറ്റാവും. നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് മൊത്തം നമ്മൾ തരിക നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലാണ്. കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, ഇനി മക്കളെ മറ്റൊരു ക്വസ്റ്റ്യൻ, സ്തൂപങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം 4, 3, 5, 6 മാർക്കിനൊക്കെ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് സ്തൂപ എന്ന് പറഞ്ഞാൽ? സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ട് ചൈത്യാസ് എന്ന് വിളിക്കുന്ന സേക്രഡ് പ്ലേസസ്, പുണ്യമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സേക്രഡ് പ്ലേസസ് അഥവാ പുണ്യമായ സ്ഥലങ്ങളുണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? ലുംബിനി ബുദ്ധൻ ജനിച്ച സ്ഥലം, ബോധ്ഗയ ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലം, സാരാനാഥ് ബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച സ്ഥലം, പിന്നെ കുശിനഗരം ബുദ്ധൻ നിബനായ സ്ഥലം. ഇങ്ങനെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഉണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് ചൈത്യാസ്. ഇത് മാത്രമല്ല ചൈത്യാസ്, വേറെ എന്തൊക്കെയുണ്ട്? അശോകന്റെ കാലഘട്ടത്തിൽ ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് സൂക്ഷിച്ച സ്ഥലങ്ങളൊക്കെ എന്തായിരുന്നു? ചൈത്യാസ് ആയിരുന്നു. ഈ ചൈത്യങ്ങളിൽ പിൽക്കാലത്ത് എന്ത് സ്ഥാപിക്കപ്പെട്ടു? പില്ലറുകൾ, തൂണുകൾ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം ഒരു പ്രത്യേക രീതിയിലുള്ള കെട്ടിടങ്ങൾ സ്ഥാപിച്ചു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്തൂപങ്ങൾ എന്ന് വിളിക്കുന്നു. സോ സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പ്ലേസസിലും ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങളും മറ്റ് സാമഗ്രികളൊക്കെ സൂക്ഷിച്ചു വെച്ച സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കപ്പെട്ടു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്തൂപ എന്ന് വിളിക്കുന്നത്. അപ്പം ബുദ്ധമതത്തിന്റെ ഒരു സിമ്പിൾ, ബുദ്ധിസ്റ്റ് റിലീജിയൻ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാൻ പറ്റും? സ്തൂപത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്തൂപങ്ങളുണ്ട്. സാഞ്ചിയിലും സാരാനാഥിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്തൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സാഞ്ചി, സാരാനാഥ്, വഹാരൂത്ത്, അമരാവതി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്തൂപങ്ങൾ കാണാൻ പറ്റും. ഇനി മക്കളെ സാഞ്ചിയിലെ സ്തൂപത്തെക്കുറിച്ചിട്ടും അമരാവതിയിലെ സ്തൂപത്തെക്കുറിച്ച് ചോദിക്കും. കാരണം സാഞ്ചിയിലെ സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നും പ്രസന്റ്ലി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അമരാവതിയുടെ സ്തൂപം എന്തായി പോയി? നശിക്കപ്പെട്ടു പോയി. അതിനുള്ള കാരണം എന്താ വെച്ചാൽ സാഞ്ചി സ്തൂപം, സാഞ്ചിയിലെ സ്തൂപം അതായത് കുറേ കാലം ഏത് ഡൈനാസ്റ്റിക് കീഴിലായിരുന്നു? ഭോപ്പാൽ ഡൈനാസ്റ്റി, ഭോപ്പാൽ രാജവംശത്തിന് കീഴിലായിരുന്നു. അവിടുത്തെ റൂളേഴ്സ് സുൽത്താൻ ജഹാനാര ബീഗവും സുൽത്താൻ ഷാജഹാൻ ബീഗവും എന്തായിരുന്നു? ഈ സ്തൂപം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്തത്. അത് ഈ സ്തൂപത്തിൻ്റെ നല്ല മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും തൂണുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും അവരെ ഒന്നും അതിന് സമ്മതിച്ചിട്ടില്ല. പകരം എന്ത് ചെയ്തു? ഇത് പ്രൊട്ടക്ട് ചെയ്തത് മാത്രമല്ല, ഇതിന് കേടുപാടുകൾ വന്നപ്പം സാഞ്ചിയിലെ സ്തൂപം നന്നാക്കാൻ വേണ്ട കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? ഈ ഭോപ്പാൽ ഡൈനാസി എന്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഈ ഭോപ്പാൽ ഡൈനാസി എന്ത് ചെയ്യാണ്? ഈ സാഞ്ചിയിലെ സ്തൂപത്തിനടുത്ത് എന്ത് സ്ഥാപിക്കുകയാണ്? ഒരു മ്യൂസിയം സ്ഥാപിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ അമരാവതിയിലെ സ്തൂപത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. അമരാവതിയിലെ റൂളേഴ്സ് അത് പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, കാരണം റൂളേഴ്സ് അടക്കമുള്ള ആളുകൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനും മാളികകൾ ഉണ്ടാക്കാനുമായിട്ട് അമരാവതിയിലെ സ്തൂപത്തിലെ പല സാധനങ്ങൾ എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി. അത് മാത്രമല്ല, വാൾട്ടർ ഏലിയറ്റ് എന്ത് ചെയ്യാണ്? അതായത് ഗുണ്ടൂർ, ആന്ധ്രാപ്രദേശിലെ കമ്മീഷണർ ആയിരുന്ന വാൾട്ടർ ഏലിയറ്റ് എന്ത് ചെയ്യാണ്? ആ സ്തൂപത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ഗുണ്ടൂർ അഥവാ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ ഏലിയറ്റ് എന്ത് ചെയ്യാണ്? ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് സാധനങ്ങൾ, അതായത് അവിടെയുള്ള രാജാക്കന്മാരാണെങ്കിലും ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി അവസാനം അമരാവതിയിലെ സ്തൂപം എന്ത് ചെയ്യാണ്? ഇല്ലാതായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ സവിശേഷതകൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ജൈനമതത്തിൻ്റെ ഫീച്ചേഴ്സ്? അതായത് ഓൾ ഒബ്ജക്ട്സ്, ഈവൻ സ്റ്റോൺ, റോക്സ് ആൻഡ് വാട്ടർ ഹാവ്
ഹാവ് ലൈഫ് ആൻഡ് സോൾ. കല്ല്, പാറ, വെള്ളം എന്നിവയ്ക്ക് എന്തുണ്ട്? ജീവനും ആത്മാവും ഉണ്ട്. അത് മാത്രമല്ല നോൺ ഇഞ്ചുറി അഥവാ അഹിംസ, ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഈ ഒരു നോൺ ഇഞ്ചുറി അല്ലെങ്കിൽ അഹിംസ എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്? ജൈനിസത്തിന്റെ ആശയമാണ്. അത് മാത്രമല്ല ജൈവ ആൻഡ് അജൈവ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള പിന്നെ 2 അടിസ്ഥാന ഘടകങ്ങളാണെന്ന് ജൈനമതം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അതായത് പിന്നെ മനുഷ്യന്റെ ജീവിതത്തിന് ലക്ഷ്യം മോക്ഷം കിട്ടുക എന്നുള്ളതാണ് അല്ലേ. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ത് ചെയ്യുന്നതാണ് ജൈനമതം പറയുന്നുണ്ട്. അപ്പോൾ ജൈനമത വിശ്വാസം അനുസരിച്ച് മോക്ഷം കിട്ടാനായിട്ട് 3 കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യണ 3 കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രിരത്നാസ് എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ്, ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായ നടപടി. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രിരത്നാസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ്, ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായ നടപടി. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രിരത്നാസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ത്രിരത്നാസ് ആണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? മോക്ഷം കിട്ടുന്നു പറയുന്നുണ്ട്. അത് മാത്രമല്ല ജൈനമതത്തിലുള്ള സന്യാസിമാരോട് ചില പ്രത്യേക കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. നോൺ ഇഞ്ചുറി, ആരെയും പരിക്കേൽപ്പിക്കരുത്. നോൺ സ്റ്റീലിംഗ്, ആരിൽ നിന്നും മോഷ്ടിക്കരുത്. നോൺ അഡൾട്ടറി, വ്യഭിചരിക്കരുത്. നോൺ പൊസഷൻ, കൈവശപ്പെടുത്തരുത്. ഒബ്സർവേഷൻ, അനാവശ്യമായി കൈവശപ്പെടുത്തരുത്. ഒബ്സർവേഷൻ ഓഫ് സെലിബസി, ബ്രഹ്മചര്യ നിരീക്ഷണം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? ജൈനമതത്തിന്റെ ഫീച്ചേഴ്സാണ്. ഇതേപോലെ എന്തും ചോദിക്കും, ജൈനമതത്തെ പോലെ തന്നെ എന്തും ചോദിക്കും. ബുദ്ധിസം അഥവാ ബുദ്ധമതത്തെ കുറിച്ചും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്താ? ദ വേൾഡ് ഈസ് ട്രാൻസിയന്റ്, ലോകം ക്ഷണികമാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദർ ഇസ് നത്തിങ് പെർമനന്റ് ഓർ ഇറ്റേണൽ ഇൻ ദ വേൾഡ്, ലോകത്ത് സ്ഥിരമോ ശാശ്വതമായിട്ടോ ഒന്നുമില്ല. ദ വേൾഡ് ഈസ് സോൾലെസ്, ലോകം ആത്മാവ് ഇല്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആര്യ സത്യാസന്റെ അഷ്ടാംഗ മാർഗാസുരം, നിങ്ങളുടെ ബുദ്ധിസത്തിന്റെ ഫീച്ചേഴ്സ് അഥവാ അവരുടെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് അഥവാ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആര്യ സത്യാസും അതേപോലെ തന്നെ അഷ്ടാംഗ മാർഗാസും എഴുതണം. എന്തൊക്കെയാണ് ആര്യ സത്യാസ്? ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്, ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഡിസയർ ഇസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ്, ആഗ്രഹമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ദ സഫറിംഗ് കുഡ് ബി റിമൂവ്ഡ് ബൈ ഗിവിംഗ് അപ്പ് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ ദുരിതങ്ങൾ അകറ്റാൻ കഴിയും. അതിനായിട്ട് എന്ത് ഫോളോ ചെയ്യണം? അഷ്ടാംഗ മാർഗാസ് ഫോളോ ചെയ്യണം. അഷ്ടാംഗ മാർഗത്തിൽ എന്തുണ്ട്? റൈറ്റ് വ്യൂ, ശരിയായ വീക്ഷണമുണ്ട്. റൈറ്റ് എയിം, ശരിയായ ലക്ഷ്യമുണ്ട്. റൈറ്റ് സ്പീച്ച്, ശരിയായ സംസാരമുണ്ട്. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവർത്തനമുണ്ട്. റൈറ്റ് ലിവ്ഹുഡ്, ശരിയായ ഉപജീവനമുണ്ട്. റൈറ്റ് എഫേർട്ട്, ശരിയായ പരിശ്രമമുണ്ട്. റൈറ്റ് കോൺസെൻട്രേഷൻ, ശരിയായ ഏകാഗ്രതയും. റൈറ്റ് മൈൻഡ്ഫുൾനെസ്, ശരിയായ ശ്രദ്ധയുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ഇതിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് മഹായാന ബുദ്ധിസമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. മഹായാന ബുദ്ധിസം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ബാച്ചിലാണ് കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇതിനൊക്കെ ഫുൾ ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാം, ഡൗട്ട് ക്ലിയറൻസ്, ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജുപോണിന്റെ ബാച്ചിലാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആകും, കാര്യങ്ങൾ ഓക്കെ ആകും, കാര്യങ്ങൾ റെഡി ആകും. സോ എന്ത് ചെയ്യുക? ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തയ്യാറാവുക, നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. കമന്റ് ബോക്സിൽ ഫോം ഉണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.